ഞാൻ മകൻ അറിയില്ല. അതോടെ പോയി കിട്ടി ഊര് പേരൊക്കെ. എന്തൊരു നോക്കണേ, ഞാൻ എന്നെ പറഞ്ഞാൽ വേണ്ടെന്ന്. ഈ നിൽക്കുന്ന വലിയ മനുഷ്യണ്ടല്ല, അദ്ദേഹത്തെ പേരാണ് മാണിക്ക്, രായമാണിക്ക്. നമുക്കുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സീറ്റിൽ നമ്മുടെ ലാലേട്ടനും വേണം വേട്ടെ. അദ്ദേഹത്തിന്റെ രാവണപ്രഭു എന്ന സിനിമയില് ഒരു ഇൻട്രോസ് ശേഖരൻ കഴുത്തിന്റെ പകരം ബലം കൈയെടുത്തതും പിന്നെ കൊല്ലാതെ നിലത്ത് പകരം മരിച്ചപ്പോൾ തല്ലിക്കൊല്ലാതെ വിട്ടതും ഈ ദൈവഗന്ധന്റെ കൈവിതരായി കാണേണ്ടത്. വലത്തെ കൈയിലേക്ക് ചോരയോട്ടം കൂടിയപ്പോഴും ആയുധം താരെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണെങ്കിൽ എന്താടോ നന്നാമത്തെ ജനാദയന ജീവിതം നിന്നിലത്തും ചില ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഈശ്വരന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തൊട്ടരുത് വയമാറണ മുണ്ടക്കൽ ശേഖരം. അടുത്തതായി നമ്മുടെ ദളപതി വിജയ് സാറിന്റെ തെരി എന്ന സിനിമയില് അദ്ദേഹത്തിന്റെ മലയാളം സംസാരിക്കുന്നത്. ശരി, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ജോസഫ്, ഞാനിവിടെ ഒരു ബേക്കറിയിൽ എഴുതുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെള്ളപ്പറ്റി ഒരു ചെറിയ ആക്സിഡന്റ്. അയാൾ ഈ ചെയ്യുന്നൊരു കംപ്ലൈന്റ് കൊടുത്തു. ഇനി അതിനുള്ളൊരു പ്രശ്നം, അതാണ് പരാതി തിരിച്ച് ഒപ്പിട്ട് മേടിക്കാൻ. ഞാൻ നിൽക്കണോ അതോ ഒപ്പിട്ടിട്ട് പോകാമോ? അടുത്തതായി നമ്മുടെ രാവണപ്രഭു എന്ന സിനിമയിൽ നിന്ന് നമ്മുടെ വിജയരാഘവ സാറിന്റെ ക്ലൈമാക്സ് ഡയലോഗ്. ഇത്രേ കാലം പെട്രോളിൽ കുളിച്ചാ തന്റെ നിൽപ്പ് തലമുറയായി കുടുംബക്കാർക്ക് സ്വൈരക്കാരായി നിൽക്കുന്ന മംഗലശ്ശേരി അവൻ കാർത്തികൻ അവനെ പ്രതീക്ഷിച്ചു. അതിനാ പറഞ്ഞ ശേഖരമാവെ കൊണ്ട് വിളിപ്പിച്ച് കൊല്ലാനാണ് മൂപ്പരോട് പറഞ്ഞില്ല, നന്നായി പെരുമാറി അത്രേ മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ.